നമസ്കാരം. ലോകത്തെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷം തികയുകയാണ്. ഇന്ന് 630 കോടിയോളം സ്മാർട്ട് ഫോൺ ഭൂമിയിൽ ഉപയോഗത്തിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ 53% കുട്ടികളും 11 വയസ്സാവുന്നതിന് മുന്നേ തന്നെ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളാകുന്നുണ്ട്. ടീനേജേഴ്സ് ആവുമ്പോഴേക്കും ഇത് 83% വരെ ആകാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 8 മണിക്കൂർ ശരാശരി ഉറങ്ങുന്ന ഒരാൾ ഒരു ദിവസം 150 തവണയെങ്കിലും സ്മാർട്ട് ഫോൺ പരിശോധിക്കുന്നുണ്ട്. ആളുകൾ ശരാശരി ഓരോ 6 മിനിറ്റിലും അവരുടെ ഫോൺ പരിശോധിക്കുമെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഓരോ മിനിറ്റിലും സ്മാർട്ട് ഫോൺ പരിശോധിക്കുന്ന യുവാക്കളുമുണ്ടെന്ന് ഈ പഠനങ്ങൾ പറയുന്നുണ്ട്. സ്മാർട്ട് ഫോണിന്റെ ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണമില്ലായ്മ കാരണം സ്കൂളിൽ വിജയിക്കാൻ കഴിയാതിരിക്കുക, ബന്ധങ്ങൾ തകരുക, സെൽഫോൺ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, കൂടാതെ സെൽഫോൺ ഉപയോഗിക്കാൻ പറ്റാതാവുമോ എന്നുള്ള ഭയം തുടങ്ങിയ ലക്ഷണങ്ങൾ സ്മാർട്ട് ഫോൺ അഡിക്ഷന്റെ സൂചനയാണ്. എന്തൊക്കെയാണ് കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷന്റെ അഥവാ സ്മാർട്ട് ഫോൺ അഡിക്ഷന്റെ ലക്ഷണങ്ങൾ? റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കുട്ടിക്ക് അവരുടെ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ, അതായത് കുഞ്ഞിന് സ്മാർട്ട് ഫോൺ, TV, കമ്പ്യൂട്ടർ എന്നിവ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? കുഞ്ഞിനോട് ഇത്ര സമയം വരെയേ കാണുവാൻ പാടുള്ളൂ, ഇത്ര സമയത്തിൽ നിർത്തണമെന്ന് പറഞ്ഞാലും അനുസരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ കുട്ടി? രണ്ടാമതായി പറയുന്ന അഡിക്ഷന്റെ ലക്ഷണം, കുട്ടിക്ക് മറ്റു പ്രവർത്തനങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുന്നു. സ്വതവേ കുട്ടികൾക്ക് താല്പര്യമുള്ള കളികളിലും കളിപ്പാട്ടങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും, അതായത് ബുക്ക് വായിക്കുന്നതും കഥകൾ കേൾക്കുന്നതിലും താല്പര്യമില്ലാത്ത അവസ്ഥയിലാണോ കുട്ടി? കുട്ടി ഉത്സാഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തി സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ TV കാണുന്നത് മാത്രമാണോ? മൂന്നാമതായി പറയുന്ന സ്മാർട്ട് ഫോൺ അഡിക്ഷന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, സ്മാർട്ട് ഫോണിലോ TVയിലോ കാണുന്ന കാര്യങ്ങൾ കുട്ടികളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതായി തോന്നുന്നുണ്ടോ? അതായത് കുട്ടി വീഡിയോ ഗെയിം കളിക്കുകയല്ലെങ്കിലും അതേക്കുറിച്ച് മാത്രം സംസാരിക്കുകയും കാണുന്ന കാർട്ടൂണിലെ കഥാപാത്രങ്ങളെ പോലെ എല്ലായ്പ്പോഴും ആക്ട് ചെയ്യുകയും, ഇതെല്ലാം അഡിക്ഷന്റെ ലക്ഷണമാവാം. നാലാമതായി പറയുന്ന അഡിക്ഷന്റെ ലക്ഷണം, ഫോണിന്റെ ഉപയോഗം സാമൂഹികവൽക്കരണത്തെ, കുട്ടിയുടെ സോഷ്യലൈസേഷനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഒരു ഉദാഹരണം പറയാം. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുട്ടി ഫോണുമായിട്ടാണോ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നത്? കുട്ടിയോട് എന്ത് ചോദിച്ചാലും ഉത്തരം പറയാതെ ഫോണിൽ തന്നെ മുഴുകിയിരിക്കുക. ഈ ഉപയോഗം കുടുംബവുമായുള്ള വൈകാരിക ബന്ധത്തിൽ കുറവുണ്ടാക്കുന്നുണ്ടോ? എല്ലാത്തിലും വലുത് ഫോൺ എന്ന അവസ്ഥയിലേക്കാണോ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്? അഞ്ചാമതായി പറയുന്നത്, സ്ക്രീൻ ഉപയോഗം ഗുരുതരമായ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? വീട്ടിൽ ഫോണിന്റെ ഉപയോഗത്തെ ചൊല്ലി പൊട്ടിത്തെറികൾ അഥവാ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ടോ? ഈ അടുത്ത് ഒരുപാട് വാർത്തകൾ കാണിക്കുന്നത്, ഫോൺ വാങ്ങിവെച്ചതിന് കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി, ആത്മഹത്യക്ക് ശ്രമിച്ചു, സ്കൂളിൽ പോകാതെ മുഴുവൻ സമയവും ഫോണിൽ കളിക്കാൻ വേണ്ടി ഗുരുതരമായി കള്ളങ്ങൾ പറയുന്നു, ഇങ്ങനെ പലതുമാണ്. അടുത്തതായി പറയുന്നത്, വിഡ്രോവൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടി. സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ മദ്യം കിട്ടാതെ വരുമ്പോൾ വിറയ്ക്കുകയും മറ്റു പല പിരിമുറുക്കങ്ങളും കാണിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഉറങ്ങുന്ന സമയമോ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഫോൺ കുട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങിവെച്ചാൽ കുട്ടി ഭയാനകമായി ഫ്രസ്ട്രേറ്റഡ് ആവുക, സ്ക്രീൻ കാണാതിരിക്കുമ്പോഴുള്ള ദേഷ്യം, ടെൻഷൻ, വിഷാദം, പിരിപിരിപ്പ്, ഇവയൊക്കെ വിഡ്രോവൽ ലക്ഷണങ്ങളാണ്. ദിവസങ്ങൾ കഴിയും തോറും സ്ക്രീൻ ടൈം കൂടിക്കൂടി വരുന്നതും ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ കുട്ടി ദിവസവും സ്കൂൾ കഴിഞ്ഞ് 30 മിനിറ്റ് യൂട്യൂബ് കാണാറുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ അവരത് ഫോണിൽ പോലും കാണുന്നു എന്ന സ്ഥിതിയിൽ എത്തുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നിങ്ങൾ അറിയാതെ ഫോൺ ബെഡിൽ കൊണ്ടുപോവുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് മറ്റൊരു ലക്ഷണമാണ്.
സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സ്മാർട്ട് ഫോണിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനുകളുടെ അനിയന്ത്രിതമായ ഉപയോഗം ശാരീരികവും മാനസികവുമായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പെരുമാറ്റ വൈകല്യങ്ങൾ, ബിഹേവിയർ പ്രോബ്ലംസ്, ശ്രദ്ധക്കുറവ്, പഠനങ്ങളിലും മറ്റുമുണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, ഉറക്കക്കുറവ്, അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കേൾവി പ്രശ്നങ്ങൾ, തുടർച്ചയായുള്ള ഹൈ വോളിയം ഇയർഫോൺ ഉപയോഗം ഇതിനൊരു കാരണമാവാം. ഡിപ്രഷൻ, വിഷാദരോഗം, അമിതവണ്ണം, ഒബേസിറ്റി, സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടി വിയിൽ മുഴുകിയിരുന്ന് അനിയന്ത്രിതമായുള്ള ഫുഡ് കഴിക്കൽ, മറ്റു കളികളില്ലാതാവുന്നത് മൂലം വ്യായാമം ഇല്ലാതാവുന്നത് തുടങ്ങിയവ ഒബേസിറ്റിക്ക് കാരണമാണ്. വയലന്റ് സ്വഭാവമുള്ള മീഡിയ കണ്ടന്റ്സ് കാണുന്നത് ചെറിയ കുട്ടികളിലും കൗമാരക്കാരിലും ആക്രമണ സ്വഭാവം വർദ്ധിപ്പിക്കും. പിന്നെ കാഴ്ചക്കുറവ്, വിട്ടുമാറാത്ത തലവേദന, തലകറക്കം, കഴുത്തുവേദന, പുറം വേദന, പഠന വൈകല്യങ്ങൾ എന്ന് തുടങ്ങിയ വിട്ടുമാറാത്ത പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളും പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികളിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം? ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എൻ്റെ കുട്ടികളെ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ ഫോണിൽ കളിക്കാൻ അനുവദിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് എനിക്കറിയാം. കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ഊർജ്ജസ്വലതയും ഉന്മേഷവും ലഭിക്കുന്നു. അതേസമയം ഫോണിലോ ടി വിയിലോ ആണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ പലപ്പോഴും തർക്കങ്ങൾക്കും ദേഷ്യത്തിനും കാരണമാകുന്നു. നിങ്ങളുടെ കുട്ടികളുടെ സ്മാർട്ട് ഫോൺ അഥവാ സ്ക്രീൻ ഉപയോഗം ഒറ്റ രാത്രി കൊണ്ട് നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ സാഹചര്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നിരവധി വ്യക്തമായ തന്ത്രങ്ങളും മാർഗങ്ങളും ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ശ്രദ്ധ സ്മാർട്ട് ഫോണിൽ നിന്നും മറ്റ് ആക്ടിവിറ്റീസിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. കളിസ്ഥലങ്ങൾ ചുരുങ്ങുമ്പോൾ കൂടുതൽ കുട്ടികൾ വീടിനുള്ളിൽ തന്നെ തുടരാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് ചിലർ സ്മാർട്ട് ഫോണുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇത് സംഭവിക്കുന്നത് തടയാൻ ഓടാനും കളിക്കാനും സമയം ചെലവഴിക്കാൻ നിങ്ങളുടെ കുട്ടിയെ പാർക്കിലേക്കോ അടുത്തുള്ള കളിസ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള കുട്ടികളുമായി കളികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം. അതും ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അവരെ അടുത്തുള്ള ഒരു സ്പോർട്സ് ക്ലബിൽ ചേർക്കാം. അല്ലെങ്കിൽ കുട്ടികളുമായി പതിവായി നടക്കുന്നത് ശീലമാക്കുക. അവരെ പ്രകൃതിയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുക. പരിസ്ഥിതിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അവബോധം അവരുടെ ജിജ്ഞാസ ഉണർത്തുകയും ഭാവനയെ പിടിച്ചെടുക്കുകയും ചെയ്യും. സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കുക. സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായതിനാൽ അവ കുട്ടികളിൽ നിന്നും അകറ്റി നിർത്തുക പ്രയാസമാണ്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ സ്മാർട്ട് ഫോണോ ഒരു സ്ക്രീനും തന്നെ കാണിക്കാൻ പാടില്ല. 2 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സ്ക്രീൻ സമയം 1 മണിക്കൂറായി പരിമിതപ്പെടുത്താം. 6 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സ്ക്രീനുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ദിവസം 2 മണിക്കൂറായി പരിമിതപ്പെടുത്തുകയും വേണം. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം മാത്രം കുട്ടികളെ സ്ക്രീൻ കാണാൻ അനുവദിക്കുക. അതും എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽനോട്ടത്തിൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണത്തിനും ഔട്ടിങ്ങിനും കളിക്കാനുള്ള സമയത്തിനും ഇടയിൽ എല്ലാ സ്ക്രീനും ഓഫ് ചെയ്യുക. പാരൻ്റൽ കൺട്രോൾ സെറ്റിംഗ്സിനെ കുറിച്ച് അറിയുകയും അതേക്കുറിച്ച് മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കുട്ടികളിൽ കാണുന്ന ടെമ്പർ ടാൻട്രം, വാശി ഒഴിവാക്കാൻ, ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളിൽ സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് സ്ക്രീനുകൾ ഓഫാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്മാർട്ട് ഫോൺ സ്ക്രീനിൽ തെളിയുന്ന ചടുലമായ നിറങ്ങളും ആനിമേഷനുകളും കുട്ടികൾക്ക് ആകർഷകമായി തോന്നും. നിങ്ങളുടെ കുട്ടി കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അവരോട് കഥ പറയുക,
വിവരിക്കുക, അവരുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുക. ഫോൺ സ്വിച്ച് ഓഫ് ആക്കേണ്ട സമയമാകുമ്പോൾ കഥകൾ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കുട്ടിയോട് സംസാരിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും സമയം കണ്ടെത്തുക. പരസ്പരം സംസാരിക്കാനും കേൾക്കാനും സമയം നീക്കി വയ്ക്കുക. നിങ്ങളും നിങ്ങളുടെ കുട്ടിയും ആശയവിനിമയം നടത്തുമ്പോൾ ഫോണുകളും കമ്പ്യൂട്ടറുകളും ടെലിവിഷനുകളും ഓഫ് ചെയ്യുക. ദേഷ്യം, സന്തോഷം, നിരാശ, ഭയം, ഉത്കണ്ഠ എന്നിവയുൾപ്പെടെ എല്ലാത്തരം വികാരങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. പാസ്വേഡുകൾ സജ്ജമാക്കുക. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇരിക്കാൻ സാധ്യമല്ല. അത്തരമൊരു സാഹചര്യത്തിൽ സാങ്കേതികവിദ്യ നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ ഫോണിൽ ഒരു പാസ്വേഡ് സജ്ജീകരിക്കുക. അതുവഴി നിങ്ങൾ പുറത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. രക്ഷിതാക്കൾ ഒരു നല്ല മാതൃകയാവുക. പല മാതാപിതാക്കളും അവരുടെ സ്മാർട്ട് ഫോണുകളിൽ ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളോട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് സഹായിക്കില്ല. കാരണം അവർ മാതാപിതാക്കളുടെ പാത പിന്തുടരാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്തി നിങ്ങളുടെ കുട്ടിക്ക് ഒരു നല്ല മാതൃകയാവുക. എന്നിരുന്നാലും നിങ്ങളുടെ തൊഴിലിന് കൂടുതൽ സ്ക്രീൻ ഉപയോഗം ആവശ്യമാണെങ്കിൽ അത് നിങ്ങളുടെ കുട്ടിയോട് വിശദീകരിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മാതാപിതാക്കളും കുട്ടികളുമായുള്ള വൈകാരിക ബന്ധം ദൃഢപ്പെടുത്തുക. മിക്ക മാതാപിതാക്കളും വളരെ തിരക്കുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിലും കുട്ടികളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് സമയം ചെലവഴിക്കേണ്ടത് പ്രധാനമാണ്. അതിനുവേണ്ടി ബോർഡ് ഗെയിമുകൾ കളിക്കുകയോ അവരുമായി കളികളിൽ ഏർപ്പെടാം. പാചകം അല്ലെങ്കിൽ പൂന്തോട്ട പരിപാലനം പോലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുട്ടിയെ ഉൾപ്പെടുത്തുകയോ മറ്റോ ചെയ്യുന്നത് അവരെ നിങ്ങളുമായുള്ള അടുപ്പം കൂട്ടാൻ സഹായിക്കും. അങ്ങനെ അവർ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്താൻ സാധ്യതയുണ്ട്. ലളിതമായ ശാസ്ത്ര പരീക്ഷണങ്ങൾ, സംഗീതം കേൾക്കൽ, വായന, ക്രിയാത്മകമായ എഴുത്ത്, ഡ്രോയിങ്, പെയിൻറിങ് തുടങ്ങിയ ഹോബികൾ പിന്തുടരാൻ നിങ്ങളുടെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും. ഈ COVID-19 പാൻഡമിക് സമയത്ത് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ പ്രാധാന്യം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇൻഫോർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുന്ന മൾട്ടി ഫങ്ഷണൽ ഗാഡ്ജറ്റായി സ്മാർട്ട് ഫോൺ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായി സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റ്സ് ഇല്ലാത്ത കുട്ടികൾ ഇല്ല എന്ന് തന്നെ പറയാം. സ്കൂൾ തുറന്ന് ലൈവ് ക്ലാസ്സുകളിലോട്ട് മാറി തുടങ്ങിയ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്വന്തമായി സ്മാർട്ട് ഫോൺ വേണോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സ്ക്രീനുകൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലേൽപ്പിക്കാതെയും കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും നോക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. സ്ക്രീനുകൾ നമ്മളുടെ കുട്ടികളുടെയും ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ധാരാളം പോസിറ്റീവായ കാര്യങ്ങളും നൂതന അറിവുകളും കുട്ടികൾക്ക് നേടാനും സ്മാർട്ട് ഫോൺ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു സ്ക്രീൻ പ്ലാൻ കുട്ടികളോടൊപ്പം ചേർന്ന് ഉണ്ടാക്കാൻ ഒരിക്കലും വൈകിക്കൂടാ. അതിൽ കുട്ടികളുടെ ആശയങ്ങളും ഇഷ്ടങ്ങളും പങ്കുവെക്കാനും അനുവദിക്കണം. സ്ക്രീനിൻ്റെ ലോകത്തു നിന്നും ഇറങ്ങി വന്ന് ശാരീരികവും മാനസികവുമായി ആരോഗ്യമുള്ള വ്യക്തികളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. നന്മയുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.